കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നതായി ആരോപണം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായാണ് പരാതി. ആചാരങ്ങളിൽ അവകാശം ഉന്നയിച്ച് മുസ്ലിം കുടുംബം ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ലിട്ടു. കർണാടക സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിലിന്റെ നേതൃത്വത്തിൽ മുസ്ലിം കുടുംബത്തിന് പാരമ്പര്യ അവകാശമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് കർണാടകയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിൽ കർണാടക പോലീസ് അകമ്പടിയോടെ ഏതാനും ആളുകളോടൊപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത്. തൊട്ടു പിന്നാലെ ദേവസ്വം അധികൃതർ അറിയാതെ ബാവലിപ്പുഴയിൽ കല്ലുകൾ വെക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാവലിക്കെട്ട് എന്ന പേരിൽ ചടങ്ങുണ്ടെന്നും അതിന്റെ പാരമ്പര്യ അവകാശികളായ മുസ്ലിം കുടുംബമാണെന്നും പറഞ്ഞായിരുന്നു പ്രചരണം. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് മുസ്ലിം കുടുംബത്തിന് അവകാശമില്ലെന്നിരിക്കെയാണ് ഈ നീക്കം. വ്യാജ പ്രചരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം അധികൃതരും രംഗത്തെത്തി. ആചാര ലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ചിലർ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. ശബരിമലയിലെ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിൻ്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. ക്ഷേത്രത്തിനെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ പോലുള്ള ഒരു ക്ഷേത്രത്തിലെ പവിത്രമായ ദക്ഷയാഗ സ്മരണകൾ ഉറങ്ങുന്ന വൈശാഖ മഹോത്സവത്തെ അലങ്കോലപ്പെടുത്താനുള്ള, സമാധാന ഭംഗമുണ്ടാക്കാനുള്ള, സാമുദായിക മൈത്രി തകർക്കാനുള്ള ഗൂഢോദ്ദേശം ഇതിന് പിറകിലുണ്ട് എന്ന് സംശയിക്കുകയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ് കർണാടകയിൽ നിന്നുള്ള ഭക്തർ ധാരാളമായി കൊട്ടിയൂരിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇത്തവണയും അതിന് വ്യത്യാസമില്ല. ഈ സമയത്താണ് കർണാടകയിൽ നിന്നുള്ള ഷാഹിദ് പാരമ്പര്യ അവകാശമുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ഇതിന് ഗൂഢനീക്കമുണ്ടെന്ന ആരോപണമാണ് ഉയരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, എന്തൊക്കെയാണ് ഇതിലെ വിവരങ്ങൾ, എന്തൊക്കെയാണ് ദേവസ്വവും ഒപ്പം നാട്ടിലെ മറ്റുള്ളവരും പറയുന്നത്? എൽദോ, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈശാഖ യാഗ മഹോത്സവം നടക്കുന്ന ഒരു സമയമാണ്. അതായത് 27 ദിവസം കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നുമായി ലക്ഷങ്ങൾ എത്തുന്ന ഒരു ഉത്സവമാണ്. അങ്ങനെയുള്ള ഒരു ഉത്സവം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വിവാദം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ മുസ്ലിം കുടുംബത്തിന് ഇവിടെ പാരമ്പര്യ അവകാശമുണ്ട്, അത് സ്മരണ പുതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് കർണാടക സ്റ്റേറ്റ് മിനിമം വേജസ് ബോർഡ് ചെയർമാൻ, അതായത് ക്യാബിനറ്റ് പദവിയാണ് അദ്ദേഹത്തിന്, TM ഷാഹിദ് തെക്കിലും അതോടൊപ്പം മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ കർണാടകയിലെയാണ് NR മായിനും പിന്നെ ഒരു 3 പേരടങ്ങുന്ന സംഘവും കൊട്ടിയൂരിലെത്തിയത്. ഈ ക്ഷേത്ര ദർശനത്തിന്റെ ആണെന്നാണ് ദേവസ്വം വകുപ്പൊക്കെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവർ അവിടെ എത്തിയതിനു ശേഷം ഈ ബാവലിപ്പുഴയിൽ എത്തി ഇത്തരത്തിൽ കല്ലിടുന്ന ഒരു ചടങ്ങ് നടത്തി. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ആചാരമുണ്ടായിരുന്നു. അത് പുതുക്കുക എന്നതാണ് അവരുടെ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ അവർ വ്യക്തമാക്കിയത്. ഇതാണിപ്പോൾ വലിയ തോതിലുള്ള വിവാദമായിരിക്കുന്നത്. ആചാര നടത്തിപ്പിന് മുസ്ലിം സമുദായത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ക്ഷേത്രത്തിന്റെ മഹിമ കളയുന്നതിന് വേണ്ടി ആസൂത്രിത ശ്രമം നടക്കുന്നു എന്ന ആരോപണം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ നിയമപരമായി നേരിടാനാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇവർ പറയുന്നത് ശബരിമലയിൽ വാവരപ്പള്ളി ഉള്ളതുപോലെ കൊട്ടിയൂരിൽ ബാവലിക്കെട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ, അതോടൊപ്പം വലിയ തോതിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായും ദേവസ്വം വകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും വ്യാജമായ ആളുകൾ വന്ന് വ്യാജമായ ചടങ്ങ് നടത്തിയാൽ അത് ദേവസ്വം ബോർഡ് അതിനെ പ്രതിരോധിക്കും. ഹിന്ദു ആചാരങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ നടന്നതെന്നും പറയുന്നു. ഇത് ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമമായി ഇത് കണക്കാക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. ഇതിനെ ശക്തമായി എതിർക്കുന്നു പറയുന്നു. ഇതോടൊപ്പം വിവിധ ഹൈന്ദവ സംഘടനകളും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടിയൂരിൽ ഇന്നും ഒരു നിരവധി ആളുകളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം 50 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ എത്തിയത്. അക്കരെ കൊട്ടിയൂരിൽ
ഈ ഒരു സമയത്ത് വൈശാഖ യാഗം നടക്കുന്ന സമയത്ത് മാത്രമാണ് പ്രവേശനം. അത്രത്തോളം വലിയ തോതിൽ ആചാരങ്ങളും ഒക്കെ പാലിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ശബരിമല പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാവർ എന്ന പോലെ ഭാവലിക്കെട്ട് എന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെന്നും അത്തരത്തിൽ വ്യാജമായ ഒരു പ്രചരണം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എൽദോ. റൈറ്റ്. കെ വി ബൈജു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.